പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പുത്തുമ്പി നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും അധികം അങ്ങനെ കേൾക്കാറില്ല സിനിമ ചൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെങ്കിൽ അത്രമേൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സിനിമ ചൂസ് ചെയ്യാൻ? എനിക്കൊരു പ്രശ്നമല്ല. സെറ്റിൽ വന്ന് 2 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് മസിലായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫുൾ കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. സൂര്യനെ ചുറ്റിയാണല്ലോ ബാക്കി ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ എത്ര ലോക്കലാണോ അതിന്റെയൊക്കെ താഴെ തറ എന്ന് പറയുന്ന അതിലേക്ക് പോകും. ഇവള് നമ്മളെക്കാളും തറയടാ. ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ലോക്കലിലൊന്നും കൂടെ ഞാൻ മാറി. അപ്പൊ ഇതിനകത്ത് ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സിലെ? എല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. നമ്മളൊരു ഓണത്തിന് ഓണസദ്യ കഴിക്കുന്ന പോലെയാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ പോലെ. അടിയുണ്ട്, ഇടിയുണ്ട്, മാസുണ്ട്, പാട്ടുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് മാത്രമില്ല. ഞാൻ പലരും വിചാരിക്കുന്നു ഞാൻ വളരെ സീരിയസും ഒക്കെയാണ്. ഞാൻ സീരിയസ് ടൈപ്പാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോമഡിയൻ ഉണ്ട്. അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, പറഞ്ഞ പോലെ ഒരു കൊച്ചു കുട്ടി പുറത്തേക്ക് ഇങ്ങ് വന്നു. പിന്നെ അങ്ങ് ഭയങ്കര സ്നേഹമാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. ഇടക്കാലത്ത് മലയാള സിനിമയിലെ സൗഹൃദം വല്ലാണ്ട് സെപ്പറേറ്റ് ഒരു കാരവൻ സംസ്കാരം എന്നാണ് ഇപ്പം പൊതുവെ എല്ലാവരും പറയുക. മലയാളിയുടെ എവർഗ്രീൻ ഹീറോയും മലയാളിയുടെ എവർഗ്രീൻ വില്ലനും പിന്നെ ഒരു സുന്ദരിയുമാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. റഹ്മാൻ സാർ, ബാബു ചേട്ടൻ, ഷീൽ ചേച്ചി. ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ കണ്ടിട്ട് തോന്നണ്ടേ ഇവർ ബാഡ് ബോയ്സ് ആണ്. ഭയങ്കര സുന്ദരന്മാരായിട്ട് മലയാളത്തിൻ്റെ എവർഗ്രീൻ ഹീറോയും എവർഗ്രീൻ വില്ലനും അല്ലേ? എനിക്കിവരെ കാണുമ്പം ചില നല്ല പാട്ടുകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഏതായിരിക്കും? പിന്നെ ഒരെണ്ണം കൂടെ അതേ സിനിമയിൽ നിങ്ങളുടെ കോമ്പിനേഷൻ കാണുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് ഒരെണ്ണം പറഞ്ഞു. ഒരെണ്ണോടെ ഉണ്ട്. അതെ, ചിലമ്പില്. എനിക്ക് തോന്നുന്നു ചിലമ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് പൊന്നിയിൻ സെൽവൻ ഉണ്ട്. മലയാളത്തിൽ ബ്ലാക്ക് ആണ് പിന്നെ ചെയ്തത്. അപ്പം അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ചിലമ്പ് കാരണം ഭരതൻ സാറിന്റെ മാനസപുത്രന്മാരാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു ഓർമ്മ? ഞാൻ ബാബുവിനെ ആദ്യം കാണുന്നത് ഒരു ഉച്ച സമയത്ത് ഞങ്ങളുടെ ലൊക്കേഷനിൽ വെച്ച്. അതുവരെ വില്ലൻ ആരാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭരതേട്ടൻ ചോദിക്കുന്നത്, ചേട്ടാ ആരാണ് അത് ചെയ്യാൻ പോകുന്നത്? അത് വരും 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 എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഇറക്കിയിട്ടുണ്ട് എൻ്റെ ബോംബെയിൽ നിന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ശരി നോക്കുമ്പോൾ ഒരു ഉച്ച സമയത്ത് ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ആ മുറ്റത്ത് നല്ല വെയിലുണ്ട്. ആ വെയിലത്തിൽ ഒരു ജീൻസ് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് പിന്നെ 6 അടി 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിയൊരു മനുഷ്യൻ അവിടെ. ഞാൻ ആദ്യം തന്നെ എനിക്ക് അതാ അട്രാക്ട് ആയത്. എന്നിട്ട് പറഞ്ഞു അതാ നിന്റെ വില്ലൻ എന്ന് പറഞ്ഞു. തന്നെ ഞാനൊന്ന് ഞെട്ടി, കാരണം ഇത്ര പൊക്കത്തിലൊരാളും. പിന്നെ കളിക്കട എന്ന് പറയുമ്പോൾ പുള്ളി അവിടെ അഭ്യാസങ്ങളൊക്കെ തുടങ്ങി, കറാട്ടയും ചാട്ടവും പിന്നെ ലുഞ്ചാക്കോ വെച്ചിട്ടൊക്കെ. അതേപോലെ കണ്ടപ്പോൾ ഞാനൊന്ന് ശരിക്കും ഞെട്ടി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അടുത്ത് നമ്മളെ ആൾക്കൂട്ടത്തിൽ ആളിങ്ങനെ ചെയ്യുന്നത് കാണുന്നു. പിന്നെ എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഇയാളുമായിട്ടാണല്ലോ ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങേണ്ടത്, ഫൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പേടിച്ചോണ്ട് ഞാൻ ഭരതേട്ടനടുത്ത് ചോദിച്ചു, അങ്ങേര് നേരത്തെ സിനിമയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, കാരണം എന്തെങ്കിലും എനിക്ക് കൊണ്ടാലോ. പക്ഷെ ഹി ഹാസ് വെരി പ്രൊഫഷണൽ. കാരണം പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി പ്രൊഫഷണൽ ആയിട്ട് ആക്ടിങ്ങിനും ഇതൊക്കെ പഠിച്ചിരുന്നത്, അവിടെ ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. സോ ഹി വാസ് വെരി പ്രൊഫഷണൽ. ഒരു തരി പോലും എന്നെ തൊട്ടിട്ടില്ലതാണ്. ഇതൊക്കെ കാരണം ചിലപ്പോൾ ചില അബദ്ധങ്ങളും മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട്. ഫൈറ്റിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങള് ഈ ഷൂട്ടിങ്ങിൽ തന്നെ ചില ഫൈറ്റേഴ്സിനൊക്കെ ചാൻസിന് വേണ്ടി ചോദിക്കുമ്പോൾ ഫൈറ്റിലൊക്കെ ഉൾപ്പെടുത്തും. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് തലയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. അതുണ്ടാവും, അത് എക്സ്പെക്റ്റഡ് ആണ് അങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒക്കെ. ബിക്കോസ് അവരുടെ ഇൻഎക്സ്പീരിയൻസ്, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെ ഫൈറ്റ് സിനിമ ഫൈറ്റ് ഒന്നും ഉണ്ടല്ലോ, നമ്മള് കാണിക്കും വേണം, പക്ഷെ അതേപോലെ റിയലിസ്റ്റിക് ആയിട്ട് തുടരുത്. അത്രയും. അപ്പോൾ ബാബു ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. എനിക്ക് തോന്നുന്നു ഞാനും ഷീൽ ചേച്ചിയും ജനിക്കുന്നതിന് മുന്നേ സിനിമയിൽ വന്ന ആൾക്കാരാണ് ഇവർ. 41 വർഷം അല്ലേ? എനിക്ക് തോന്നുന്നു ബാബുചേട്ടൻ നമ്മൾ ഈ ചിലമ്പിന്റെ കാര്യം പറയുമ്പോൾ ബാബുചേട്ടൻ സിനിമയിൽ വരുമ്പോൾ അദ്ദേഹം സൂപ്പർ നായകനാണ്. അതായിരുന്നു എന്റെ അന്നത്തെ സൂപ്പർ നായകനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം ഒരു ഭയങ്കര ടെൻഷനാണ്. ടെൻഷനാണ്. കാരണം എങ്ങനെ ഇഷ്ടപ്പെടുവോ, അത് ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ. പിന്നെ റോമാൻ പറഞ്ഞ പോലെ സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് സാധനമാണ്. റിയൽ ഫൈറ്റും സിനിമ ഫൈറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെങ്ങനെ കൊള്ളിക്കാതെ മാക്സിമം റിയാലിറ്റി ഫീൽ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളത് അത് ആംഗിളാണ്. നമ്മൾ ചീറ്റ് ചെയ്താണ് കോണ്ടാക്ട് കാണിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ എനിക്കും അറിയില്ലല്ലോ. ഞാൻ സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ റിയലായിട്ട് ചെയ്തിട്ടില്ല. അപ്പം ആ ടെൻഷൻ എനിക്ക് വേണം. പക്ഷേ റോമാൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഭയങ്കര ചെയ്തോ എന്നുള്ളൊരു ഫൈറ്റ് ഇടി കൊള്ളുന്ന രംഗമാണ്. പുള്ളിക്ക് യാതൊരു കോംപ്ലക്സും ഇല്ല. ചില ഹീറോസിനുണ്ടല്ലോ, എന്നെ അടിക്കാൻ പാടില്ല, ഇത്ര ഇടിയേ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളായിരുന്നു അന്ന്. ഇപ്പൊ അന്നത്തെ ആ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ബാഡ് ബോയ്സിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഉണ്ടോ? അത് നമുക്ക് സസ്പെൻസ് ഞാനൊന്ന് ഇട്ട് നോക്കിയതാ പറയുന്നത്. അപ്പം ഇപ്പൊ ഷീലു ചേച്ചി ഇത് എഴുതി കാണിക്കുന്നു, ഷീലു എബ്രഹാം പ്രസൻസ് എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കാസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ എന്തോരം നടീനടന്മാരാണ്. ഇപ്പൊ പരാതി മലയാള സിനിമയിൽ അച്ഛനില്ല അമ്മയില്ല നടീനടന്മാർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നുള്ളിടത്ത് ഇത്രയും പേരെ എങ്ങനെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കായിരുന്നു? അല്ല, കഥാപാത്രങ്ങളുണ്ട് ഇതിൽ, ഇത്രയും കഥാപാത്രങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെറിയ, അതായത് 2 സീൻ വരുന്നിടത്ത് പോലും നമ്മൾ നല്ല ആർട്ടിസ്റ്റിനെ തന്നെയാണ് അവിടെ ഇട്ടത്. ഇപ്പം അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഈ സിനിമയുടെ ഒരു വിജയമാകാൻ പോകുന്നതും. അത് വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറൊന്നും അല്ല. 1-2 സീനാണെങ്കിൽ ഈ വരുന്നവർക്കെല്ലാം അവരവരുടേതായ ഒരു സ്പേസ് ഡയറക്ടർ ഈ സിനിമയിൽ അല്ലെ റൈറ്ററും എല്ലാം ഇതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1-2 സീനിൽ പോലും നമ്മൾ ആർട്ടിസ്റ്റിനെ, അതും വെറുതെ ചുമ്മാ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റിനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ഇട്ടതുമല്ല. അവരൊക്കെ കറക്റ്റ് ആണ് ആ സ്പേസിൽ കറക്റ്റായിട്ട് വരുന്ന ചേരുന്ന കഥാപാത്രങ്ങളെയാണ് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരും എത്രമാത്രം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്ക്. പിന്നെ വളരെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, പ്രതീക്ഷിക്കാത്ത ക്യാരക്ടർ, പ്രതീക്ഷിക്കാത്ത എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിലേറ്റവും മെയിൻ റമനിക്കയുടെ ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ ഒരു പുള്ളി ഭയങ്കര മസ്കുലറായിട്ട്, അല്ല എന്താ പറയുക, മസിൽ പിടിച്ചിട്ടുള്ള വലിയ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ. ഇതില് ഒരു ഭയങ്കര ഒരു ഹ്യൂമർ, ഒരു അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ചെറിയ എക്സ്പ്രഷൻസും എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എല്ലാവരും, ഇപ്പം എനിക്കൊന്ന് ബാബുവാരി ചേട്ടന്റെ ക്യാരക്ടർ പോലും ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കഥ ഒമർ ആണോ ആദ്യം പറയുന്നത്, അതോ ഷീലു ആയിരുന്നോ റഹ്മാൻ സാറിനോട്? ഒമറായിരുന്നു. അപ്പം വിളിച്ചു പറയുമ്പം, കാരണം എനിക്ക് തോന്നുന്നു ഇല്ലേ ബാബുചേട്ടൻ, റഹ്മാൻ സാറിന് ഒരു നോക്കിയാൽ വളരെ ചൂസി ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പം എന്തെങ്കിലും നമുക്ക് ഭയങ്കര പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. എന്ത് ഘടകമായിരിക്കും റഹ്മാൻ സാറിനെ ആകർഷിച്ചിട്ടുണ്ടാവുക? ഈ കഥയും ഈ കഥാപാത്രവും, ആൻഡപ്പിന്റെ കഥാപാത്രവും ഒരുപാട് ത്രില്ലടിച്ചൊരു ക്യാരക്ടർ ഇതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് ഇത് നമുക്ക് കോമഡി സിനിമ ഇഷ്ടമാണ്, ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യം എന്ന് പറഞ്ഞ സാധനം കുറച്ച് കുറവാണ് ഈ കാര്യത്തിലൊക്കെ. കഥ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ലുലുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിലെങ്ങനെ എന്നെ കാണുന്നത്, എന്ത് ധൈര്യത്തിലാണ് എന്നെങ്ങനെ കാണുന്നത് ഈ കോലത്ത്? ഇല്ല സാറ് പേടിക്കണ്ട, അതൊക്കെ നമ്മൾ ഏറ്റു, സാറ് ചെയ്യും, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. സോ പിന്നെ അവിടുന്ന് എബ്രഹാം സാറിനെ കണ്ടു, ഞങ്ങളോട് സംസാരിച്ചു. ഈ കഥയിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റാർ കാസ്റ്റ് എനിക്ക് കുറച്ച് മിസ്കാസ്റ്റ് പോലെ തോന്നി. അപ്പം ഒന്ന് എബ്രഹാം സാറുമായിട്ടൊക്കെ സംസാരിച്ചു, നമുക്ക് കാസ്റ്റ് ഒന്ന് റീഗ്രൂപ്പ് ചെയ്താൽ നന്നായിരിക്കും, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഇത് വളരെ കളർഫുള്ളാണ്. ആൻഡ് നമ്മുടെ മെയിൻ തിങ് വെച്ചാൽ ഓണത്തിന് ഇറക്കാൻ വേണ്ടി ഒരു സിനിമ. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒമർ ലുലുക്കും അതായിരുന്നു. ഒമർ ലുലു ആണ് പറയുന്ന ഈ സാധനം നമുക്ക് ഓണത്തിന് ഇറക്കാം, ഇതെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷെ അവസാനം അത് തള്ളിപ്പോയി, അത് നടന്നില്ല. പിന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അതിനനുസരിച്ച് പ്രൊഡ്യൂസർ ആരായിരിക്കും? അങ്ങനെയാണ് അബാ മൂവീസിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അബാ മൂവീസ് കേട്ടെടുത്തോളം അവർ ഏത് സിനിമ ഇതുവരെ എല്ലാം ഇറക്കിയിട്ടുണ്ട്, മീൻസ് ഒന്നും ഡിലേ ആക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഗുഡ് നെയിം ഇവർക്കുണ്ട് ബാക്കിൽ. ഞാൻ അവരുടെ പ്രൊഡക്ഷൻ ഒന്നും
വർക്ക് ചെയ്തോ അല്ല ഇവർ നേരത്തെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് പുതിയ വന്ന പ്രൊഡ്യൂസേഴ്സാണ് അങ്ങനെയൊക്കെ. അവർ കൊള്ളാം, നമുക്ക് ചോദിച്ചു നോക്ക്, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാന്നുള്ളത്. ആൻഡ് അങ്ങനെയാണ് ഷീലു ഇതിൽ ഇത് വരുന്നത്. ആൻഡ് അഫ്കോഴ്സ് ഇതിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ വരണം എന്നൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഷീലുയുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഷീലു എന്താണെന്നറിയില്ല, ഈ പ്രോജക്റ്റിനോട് ഒരുപാട് താല്പര്യം കാണിച്ച് ഈ പ്രോജക്റ്റ് ഇതുവരെ എത്തിച്ചതും ഷീലുവിൻ്റെ ഒരു കഴിവ് കൊണ്ടാണെന്ന് ഞാൻ പറയാം. നോട്ട് ഓൺലി ഈസ് ദ ഹീറോയിൻ ഓഫ് ദ മൂവി ബട്ട് ഓൾസോ ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി. കാരണം ഈ മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു കമ്പനി, ഇങ്ങനെ നല്ലൊരു പ്രൊഡക്ഷൻ ഉള്ളത് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ, കാരണം പണ്ട് നമുക്ക് ഗൃഹലക്ഷ്മി ഉണ്ടായിരുന്നു, അങ്ങനെ നല്ല കമ്പനീസ് ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ചുമ്മാ സിനിമ എടുക്കാൻ മാത്രമല്ല, അത് ഹോസ്പിറ്റാലിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നു. ഓരോരുത്തരുടെ കാര്യത്തിലും ഓരോ ആർട്ടിസ്റ്റ് അവിടെ വരുന്നും പോകുന്നും എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധ, ഫുഡായാലും ഒക്കെ ഈ ഇതായിരുന്നു. നല്ലൊരു അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനും ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും, ഹോൾ പ്രൊഡക്ഷനെ പറ്റി ഒരു പ്രശ്നം എവിടെ ഉണ്ടാവരുത് എൻ്റെ പ്രൊഡക്ഷന്. കാരണം നമുക്കൊരു പീസ്ഫുൾ ആയിട്ടല്ലേ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ റീസെൻ്റ്ലി മല്ലിക സുമാനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൻറ്റി ഇങ്ങനെ പറയായിരുന്നു, പൊന്നി പണ്ടത്തെയൊക്കെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പം ആർക്ക് വേണേലും ഒരു പ്രൊഡ്യൂസർ ആകാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കേൾക്കുന്നത് ഒരു അഭിമാനം തന്നെയല്ലേ ഷീലു ചേച്ചി? ഇതൊക്കെ ഇപ്പോൾ തമിഴിലും തെലുങ്കിലും, അതെ അതെ, ആരാണ് തമിഴിലും തെലുങ്കിലും ഒക്കെയാണ് ഇത്തരം പ്രൊഡക്ഷൻസ് ഉള്ളത്. അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും അതിൻ്റെ മര്യാദ കൊടുത്തുകൊണ്ടും അവരുടെ ആ ഒരു ടൈമും എല്ലാം കീപ്പപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ്. അതുപോലെയാണ് ആ മൂവീസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വെറുതെ പറയല്ല, കാരണം ഞാൻ ഇതുവരെ ഇപ്പൊ ഈ കഴിഞ്ഞ സിനിമ, അതായത് ഇതിന് മുന്നത്തെ സിനിമകളൊക്കെ മലയാളം സിനിമ ചെയ്തതൊക്കെ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ്, എല്ലാം ആണ് ഒക്കെ. പക്ഷെ അവരൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് അല്ല. ആൻഡ് ഒരുപാട് ഫ്ലോസ്, ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക സ്കെഡ്യൂളിങ് കാര്യത്തിലൊക്കെ. അപ്പോൾ ആ മൂവീസ് ഹിയർ ടു സ്റ്റേ. ഇപ്പോൾ ബാബുചേട്ടനോട് ഇങ്ങനെ, ബാബുചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്ത് കണ്ടപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും അധികം അങ്ങനെ കേൾക്കാറില്ല സിനിമ ചൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ ബാബുചേട്ടനിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ബാഡ് ബോയ്സ് ആയിക്കോട്ടെ, വേറെ ചിത്രങ്ങളായിക്കോട്ടെ, സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെങ്കിൽ അത്രമേൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സിനിമ ചൂസ് ചെയ്യാൻ? കാശിന് തൂക്കും. ഞാൻ ബേസിക്കലി അത് കഥ കേൾക്കും. കഥ കേൾക്കുമ്പോൾ അത് പറയുന്ന രീതി, ഡയറക്ടർ അത് പറയുന്ന രീതി, അത് അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ ആ പുള്ളിയെ ഞാനൊന്ന് ജഡ്ജ് ചെയ്യും. പിന്നെ അതിൻ്റെ വൺ ലൈൻ കേൾക്കും. സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരും, പക്ഷെ ഞാൻ വായിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു കാൽക്കുലേഷനാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രിപ്റ്റിനകത്ത് ഞാൻ ഇടപെടാറില്ല. ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പിന്നെ അതുപോലെ സ്പോട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കുറേ ഉണ്ടാവും. സ്പോട്ടിൽ അതും ഇതൊക്കെ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഒരു ജനറൽ ഐഡിയാസ്, ആഫ്റ്റർ ഓൾ കോമൺ സെൻസ്. പിന്നെ ഞാനത് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ക്രിപ്റ്റ് വായിച്ചില്ല, ക്യാരക്ടർ അങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് ഞാനത് കൂടുതലും ഒന്ന് തട്ടിമുട്ടി വായിച്ചു വിടുന്ന, അല്ലാണ്ട് ഞാനത് അങ്ങോട്ട് മനപ്പാടമാക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ലൊക്കേഷൻ വരുമ്പോൾ ആ സ്പോട്ടിൽ ഒരുപാട് ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് അല്ലെങ്കിൽ സ്പോട്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനത് ഫിക്സ് ചെയ്യത്തില്ല. ഇപ്പോൾ പൊന്നീശ്വരൻ ഞാൻ നേരെ തിരിച്ചാണ്, സ്ക്രിപ്റ്റ് വായിക്കണം, കേൾക്കണം, ലൈൻ ബൈ ലൈൻ. പണ്ടും അങ്ങനെ, അതായത് തുടക്കകാലം മുതലേ? ഇല്ല, തുടക്കത്തെ അങ്ങനല്ല. ഒരു പക്വത അതിന് ശേഷം കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ. അതുപോലെ ബാബുചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴോ, ഇതുവരെ എനിക്കൊന്ന് റീസെന്റ് ഇപ്പോൾ RDX-നകത്തേക്കാളും ഇതുപോലത്തെ തന്നെ ബാബുചേട്ടനാണ്. ഈ ഒരു കാതിലെ കുരിശിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം എങ്ങനെയായിരുന്നു അത്? അപ്പോൾ അത് ഒമർ പറഞ്ഞു നമുക്ക് ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വന്ന് മുടിയൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. അന്നേരം പിന്നെ നമ്മൾ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, നോർമലായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഇതെല്ലാം അഴിച്ച് കളയാൻ വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദൂരം വേണ്ടി നിന്ന് കഴിഞ്ഞപ്പം ഒമറിനോട് ഞാൻ പറഞ്ഞു, ഒമർ ഉദ്ദേശിച്ച് നമ്മുടെ പഴയ ലുക്കല്ലേ, പക്ഷേ ഈ ഇതെടുത്ത് അഴിച്ചെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലുക്ക് കിട്ടില്ല. അയ്യോ അത് ശരിയാണല്ലോ ബാബുചേട്ടാ, അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ രീതിയിൽ ഒപ്പിച്ച് ഇനി വർക്കൗട്ടായി. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ ലുക്ക് ചിലപ്പോൾ ചേഞ്ച് ആയി പോയത്. പെട്ടെന്നൊരു തോട്ട് വന്നത്, അതാണല്ലോ ഒമറിന് വേണ്ടിയത്, അല്ലെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നൊരു നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ അയ്യോ നമുക്ക് അത് തന്നെ വെക്കാന്ന് പറയാം. അങ്ങനെ വെരി ഗുഡ് ടീം വർക്ക്. റഹ്മാൻ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ലൊരു രസമുള്ളൊരു
ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ ഒരു പ്രതീതിയാണ്. കാരണം ഇടക്കാലത്ത് മലയാള സിനിമയിലെ സൗഹൃദം വല്ലാണ്ട് സെപ്പറേറ്റ് ഒരു കാരവൻ സംസ്കാരം എന്നാണ് ഇപ്പം പൊതുവെ എല്ലാവരും പറയുക. എനിക്കൊന്ന് അന്നത്തെ ചില പഴയ നടീനടന്മാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയും അന്നൊക്കെ ഒരു കലാരഞ്ജിനി ചേച്ചി ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് പറഞ്ഞു പണ്ടൊക്കെ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് പൊതുവെ അതായത് അഭിനയിച്ചു കഴിഞ്ഞാൽ കാരവാനിലേക്ക് പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം അല്ലേ? പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങനെ തോന്നിയിരുന്നോ റഹ്മാൻ സാറിന്? എനിക്ക് കാരണം തോന്നിയിട്ടുണ്ട്. കാരണം ഈ പ്രോജക്റ്റിൽ ഈ സിനിമയിൽ എത്ര പേരുണ്ട്, എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സെറ്റിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു സംഭവമാണ്. ഒരു ഉത്സവമേളയാണ് അവിടെ നടക്കുന്നത് നമ്മുടെ സെറ്റിൽ. എത്രയും പേര് ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫ്രെയിമിൽ തന്നെ കൊള്ളാൻ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഉണ്ടായിരുന്ന ആ ഫൺ, ആ എക്സൈറ്റ്മെന്റ്, പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും എല്ലാം ഒരു സംഭവമായിരുന്നു. കാരണം എല്ലാവരും തമാശകളായിരുന്നു. കാലത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തമാശ. അങ്ങനെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ് നിർത്തിയ പേര് മമ്മൂക്ക. എനിക്കത് മമ്മൂക്കയും റഹ്മാൻ സാറും നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇച്ചാക്ക എന്ന് വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന മമ്മൂക്കയുടെ? ഇച്ചാക്ക ഞാൻ അറിയില്ല, അന്ന് എല്ലാരും അങ്ങനെ ഇക്കാക്ക എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ഇച്ചാക്ക എന്ന് വിളിക്കും. പിന്നെ പുള്ളിയുടെ സ്വന്തം ആൾക്കാര് അത് വീട്ടിലെല്ലാരും ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. നാളെ ഇച്ചാക്കയുടെ പോലെ അറിയോ? ഞാൻ എല്ലാ വർഷവും ഓർത്ത് വയ്ക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് മമ്മൂക്കയുമായുള്ള ഒരു സ്നേഹം? സൗഹൃദമല്ലല്ലോ, സ്നേഹബന്ധമല്ലേ? സ്നേഹം അത് മമ്മൂക്കയ്ക്ക് ആവണമെന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യ സിനിമ കൂടെയോടെ തൊട്ട് അതിനുശേഷം ഒരുപാട് സിനിമകൾ ഇച്ചയ്ക്കായിട്ട് ഒരുപാട് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. ആ എല്ലാ കഥയിലും ആ എല്ലാ സിനിമയിലും ഞങ്ങളുടെ കഥാപാത്രങ്ങൾ ജ്യേഷ്ഠൻ അനിയന്മാരായിരിക്കും. ഒരുപാട് തവണ അച്ചായ ചായ ചായ എന്ന് വിളിക്കാറുണ്ട്, ചേട്ടാ ചേട്ടാ വിളിക്കാറുണ്ട്, ഇക്കാക്ക എന്ന് വിളിക്കാറുണ്ട് സിനിമ കഥാപാത്രങ്ങളായിട്ട്. അന്നൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലമാണ്, എൻ്റെ ഒരു അഡോളസൻ്റ് ഏജ് എന്ന് പറയാം. 16, 17, 18, 19, 20 അങ്ങനെയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ബോർഡിൽ നിന്നൊക്കെ വന്ന ഒരു പയ്യനാണ്. 5 വയസ്സ് തൊട്ട് ഞാൻ ബോർഡിങ്ങിലാണ്. സിനിമയിൽ വരുന്ന വരെ 83 വരെ ഞാൻ മീൻസ് അങ്ങനെ ആയിരുന്നു ലൈഫ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് വിളിച്ച ഒരു ചേട്ടൻ ചേട്ടായി എന്നൊക്കെ വിളിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി, ഒരു ജ്യേഷ്ഠൻ്റെ ഒരു സ്ഥാനം. പിന്നെ എൻ്റെ അടുത്ത് വളരെ ഞങ്ങൾ ഒരുമിച്ച് മെഡ്രാസ് ഹോട്ടലിലൊക്കെ ഒരുമിച്ച് ഒരു റൂമിലൊക്കെ താമസിച്ചിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ജേർണി പോയിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്രദർ സംവെയർ. അത്രേ ഉള്ളൂ. അത് ഞാൻ വേറെ ഒന്നും പറയല്ല. ഇറ്റ് ഹസ് ബീൻ ലൈക്ക് ദാറ്റ്. നമ്മൾ ഈ എവർഗ്രീൻ കോംബോ എന്നൊക്കെ പറയത്തില്ലേ, നായികന്മാരെ, എനിക്കൊന്ന് അത്തരത്തിലൊരു കോംബോയാണ് മമ്മൂക്കായും റഹ്മാനും. കാരണം എനിക്കൊന്ന് റഹ്മാൻ സാർ ആദ്യത്തെ സിനിമയിൽ തൊട്ട് മമ്മൂക്കയുണ്ട്. പിന്നെ നിങ്ങൾ അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. മാത്രമല്ല, ഈവൻ നമുക്ക് മാത്രമല്ല, ഈവൻ മോഹൻലാൽ വരെ ഞങ്ങൾ 3 പേരെ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഇടയ്ക്ക് പരാമർശിച്ചു പോയൊരു പേരുണ്ട്, പൊന്നിയിൻ സെൽവൻ എന്ന്. അപ്പം നമ്മൾ മണിരത്നം സാറിനെ സിനിമയെ സ്നേഹിക്കുന്നതിൽ ഒരു സിനിമയുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് കാണുകയാണ്. നേരത്തെ റഹ്മാൻ സാറിലേക്ക് അപ്രോച്ച് വന്നിരുന്നെങ്കിലും ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയായിരുന്നു സാറുമൊത്തുള്ള ഒരു എക്സ്പീരിയൻസ്, വർക്കിംഗ് എക്സ്പീരിയൻസ്? ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. ഇറ്റ്സ് എ ഫെദർ ഇൻ യുവർ ഹാറ്റ്. നമുക്ക് ഇങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാനും ഒരു എക്സ്പീരിയൻസ് ഒക്കെ. ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്നത്. കാരണം തമിഴിൽ പോയതിന് ശേഷം 1-2 ടൈം എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ചില കാരണം കൊണ്ട് ഡേറ്റ്സ് ക്ലാഷ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നേരത്തെ 1-2 സിനിമകൾ. ഇതിലെങ്കിലും എനിക്ക് കിട്ടി. പിന്നെ പൊന്നിയിൻ സെൽവത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതേ സിനിമ ഇതേ സബ്ജക്റ്റ് 10-20 വർഷം മുന്നേ പലരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയൊക്കെ. എൻ്റെ അടുത്ത് വന്നതായിരുന്നു വേറൊരു ക്യാരക്ടറായിട്ട്, കാർത്തി ചെയ്ത റോള് സൺ TV ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല, ബജറ്റൊക്കെ കൂടിയിട്ട്. പിന്നെ ഇപ്പോൾ മണി സാർ വിളിക്കുന്നു, പോകുന്നു. എനിക്ക് തന്ന ക്യാരക്ടർ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഒരു ഭയങ്കര അനുഭവമാണ്. ഇതൊക്കെ ഒരു ഫെദർ ഇൻ ദ ഹാറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും മൻസാറിനോട് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന അഞ്ജലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. ഇപ്പോൾ റഹ്മാൻ പറഞ്ഞ പോലെ മൻസാറിനോട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസാണ്. ഭരതേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന അതേ സുഖമാണ്. അതുപോലെ അവർക്ക് മാസ്റ്റേഴ്സാണ്. അതെ, അവരുടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതുപോലെ അവരുടെ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്യുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്പിരിറ്റും അതേ എനർജിയും കീപ്പപ്പ് ചെയ്താണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഒരു സിൻസിയർ അപ്രോച്ചാണ്
സിനിമയോടുള്ള ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കറക്റ്റ് ആ ഷോട്ട് എവിടെയാണ് ബുൾസൈൽ അടിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. എന്തൊക്കെ ചുറ്റി കിടന്ന് കളിച്ചാലും അങ്ങനെ ഒരു സംഭവം ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് വലിയൊരു ഭാഗ്യമാണ് മത്സാറിൻ്റെ കൂടെ ഭരതേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയത്. എനിക്കൊന്ന് റഹ്മാൻ സാറിനെ കുറിച്ച് അടുത്ത തലമുറ മദ്രാസ് ടോക്കീസിൽ അലീഷ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മോള് വന്ന് പറയാറുണ്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ? അത് ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അയ്യോ, അതൊരു വലിയ ഇതാണല്ലേ, കാരണം അടുത്ത തലമുറയും സിനിമയിലേക്ക് തന്നെ എത്തുക എന്നുള്ളത്. ഇപ്പോൾ ഈ ബാഡ് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഫൈറ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞു, ട്രെയിലറിൽ കണ്ടു. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് എന്താ? ഏത് സീനായിരിക്കും, അല്ലെങ്കിൽ എന്തായിരുന്നായിരിക്കും ഷൂട്ടിങ്ങിൽ? എനിക്ക് ആൻഡിപ്പനായി മാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ആ മൊത്തത്തിൽ എനിക്കൊന്ന് ഇതുവരെ ചെയ്യാത്തില്ലേ ഷീൽ ചേച്ചി? നേരത്തെ പറയുണ്ടായി മൊത്തത്തിൽ ഒരു തമാശയൊക്കെയുള്ള ഈ കളർഫുൾ ഷർട്ടൊക്കെ ഇട്ട് നാടൻ തല്ല് നടത്തി നാട്ടിൽ ജീവിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ ജീവിതത്തിലോ? ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ലാലൊക്കെ ഒരുപാട് വേഷങ്ങൾ ഇത് ചെയ്തതാണ് എങ്ങനെയെങ്കിലും. പക്ഷെ അത് വേറൊരു വ്യക്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രമങ്ങളുമാണ് പ്രശ്നം. അല്ല, ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പം എങ്ങനെയാണ് അതിലേക്കുള്ള, അതായത് ഒരു റിസർച്ച് ഉണ്ടാവുമോ? അങ്ങനത്തെ കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആക്ച്വലി വലുതായിട്ടൊന്നും അങ്ങനെ റിസർച്ച് ചെയ്തില്ല. എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ കണ്ടതിൻ്റെയൊക്കെ ഓർമ്മയിലുണ്ട്. പിന്നെ ആൻഡപ്പന് ഞാൻ അങ്ങനെ ആരെയും ഇമിറ്റേറ്റ് ചെയ്തോ ആരോ ഇതിങ്ങനെ ചെയ്തോ അങ്ങനെയൊന്നും അല്ല. ഞാൻ കാണുന്ന ഒരു ആൻഡപ്പൻ അത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നവനാണ്. കാരണം ഞാൻ പലരും വിചാരിക്കുന്നു ഞാൻ വളരെ സീരിയസും ഒക്കെയാണ്. ഞാൻ സീരിയസ് ടൈപ്പാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോമഡിയൻ ഉണ്ട്. അതായത് എൻ്റെ വീട്ടിലും എൻ്റെ സുഹൃത്തുക്കളും ഞാൻ ഇഷ്ടപ്പെടുന്ന അടുത്ത് പെരുമാറും. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര കൊച്ചായി മാറി. പിന്നെ ഞാൻ വേറൊരു ഫേസ് അവിടെ കാണുന്നത്. അപ്പം അതിനെയാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നായിരിക്കണം. അതെ. അല്ല, അങ്ങനെയാണോ ഷീൽ ചേച്ചി? പറയൂ, പരിചയപ്പെട്ട്. കാരണം നമ്മളെപ്പോഴും കാണുന്ന, ഇപ്പൊ തന്നെ എനിക്കൊന്ന് കുറച്ചൊന്ന് സംസാരിച്ച് വരാൻ സമയമെടുക്കുന്ന ഒരാളായിട്ടാണ് റഹ്മാൻ സാർ. സെറ്റിൽ വന്ന് 2 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് മസിലായിരുന്നു. നേരെ വരിക, സീൻ ചെയ്യുക, കാരവനിക്കറി ആണോ ബാബുചേട്ടാ? അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫുൾ കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. സൂര്യനെ ചുറ്റിയാണല്ലോ ബാക്കി ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ എല്ലാം കോൺസെൻട്രേഷൻ കണ്ണിങ്ങോട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങ് പോന്നു ഞങ്ങളുടെ കൂടെ. ഇപ്പൊ വിപിനുണ്ട് പറഞ്ഞേനെ. ഞാൻ സീരിയസ് ആയിരുന്നില്ല. ഞാൻ അവിടെ പോയി നിങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമ്പോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ചേര് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എല്ലാവരും മാറി മാറി പോവാണ്. പിന്നീടാണ് ഞാൻ എല്ലാരും കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അതെന്നാ റെസ്പെക്റ്റ് ആണ് നമ്മള്, അതുകൊണ്ടാണ്. അതെ, നിങ്ങൾ അതിനെ ഒരു ബഹുമാനമായിട്ടും റഹ്മാൻ ചേട്ടൻ അതിനെ ഒരു എല്ലാവരും എന്താണ് പോകുന്നത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ തുടക്കത്തില്? ഇത് തന്നെ റഹ്മാനിക്ക ഞങ്ങളുടെ കൂടെ ലോക്കലായി മാറി. അതെനിക്കിഷ്ടമായി, റഹ്മാനിക്ക ലോക്കലായി മാറി. മറ്റേ വലിയ ഒരു എന്താ പറയാ CV അത് ബിബിനാണ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞ സെറ്റിലും പുള്ളി പിന്നെ ആൻഡപ്പനായിട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എത്ര ലോക്കലാണോ അതിന്റെയൊക്കെ താഴെ തറ എന്ന് പറയുന്ന അതിലേക്ക് പോയി. അല്ല, ഞാൻ ആലോചിക്കുന്നേ റഹ്മാൻ സാറാ ലോക്കലായ അവസ്ഥ എന്തായിരിക്കും? പിന്നെ അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, പറഞ്ഞ പോലെ ഒരു കൊച്ചു കുട്ടി പുറത്തേക്ക് ഇങ്ങ് വന്നു. പിന്നെ അങ്ങ് ഭയങ്കര സ്നേഹമാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. ഭയങ്കര നല്ലൊരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. അവിടെ ഒരു ആക്ടറെ അല്ല ഞാൻ കണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിലൊക്കെ ആൾക്കാരെ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവിടെ കണ്ടത്, ഞാൻ ഒരു ആക്ടറെ അല്ല ഞാൻ അവിടെ കണ്ടത്, ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു സിനിമയില്. ഇവർക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു സംസാരിച്ചിരിക്കുമ്പോൾ തോന്നിയ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, നിങ്ങൾക്കൊക്കെ ഇവരുടെ പ്രൊഡക്ഷനിലും സന്തോഷം, നിങ്ങളിൽ ഇവർക്കും സന്തോഷം. അതൊരു സിനിമയുടെ ഒരു വിജയം തന്നെ ആയിരിക്കും അല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് ഇവിടെ വന്നിരിക്കും. നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി. റഹ്മാനിക്കയുടെ കൂടെ, ബാബുച്ചേട്ടൻ്റെ കൂടെ കാലിക്കട്ട്, ഇവിടെ അവിടെ എല്ലാം പോകുന്നു. ഇവരൊക്കെ അവിടുന്ന് പൊള്ളാച്ചിന്ന് വന്നേക്കുന്നു ചേട്ടൻ. പിന്നെ റഹ്മാനിക്ക ചെന്നൈയിൽ നിന്ന് വന്നു പോണു. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും.
അപ്പൊ അത് സിനിമയോടുള്ള സ്നേഹം, അത് മൊത്തത്തിൽ ആ ജെന്യൂനിറ്റിയും അല്ലെങ്കിൽ ഒരു സിൻസിയറിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ ഓണത്തിന് ഇത് ഇറങ്ങാൻ പോകുമ്പോഴെല്ലാം ഇത് വലുതാണ് ഒരു സപ്പോർട്ട്. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ മാത്രം നിന്ന് ഒരിക്കലും ഒരു സിനിമ ഇറക്കാനോ വിജയിപ്പിക്കാനോ പറ്റില്ല. ഇതിൽ അഭിനയിച്ച ഇത്രയും ആർട്ടിസ്റ്റിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. ഇപ്പൊ ഇതിന്റെ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയത് എനിക്ക് ഇവരെ രണ്ടുപേരെ കുറിച്ച് പറയേണ്ടത്, ഇവർ രണ്ടുപേരും ഭയങ്കര ഫാമിലി മാനാണ്. ഒരാള് സിനിമയൊക്കെ വേണമെന്ന് വെച്ചാൽ വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും, മറ്റേ ആളും അതുപോലെ സിനിമയേക്കാൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ. അപ്പം അങ്ങനെയുള്ളവർ ഈ പാട്ടിലും അതുപോലെ തന്നെ അല്ലേ, കുടുംബത്തെ അത്രമേൽ സ്നേഹിക്കുന്നത്. മറ്റേ ആ ഡിസ്കോ എന്ന് പറഞ്ഞ് കുഞ്ഞു മോളുടെ കൂടെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സിലെ? എല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. നമ്മളൊരു ഓണത്തിന് ഓണസദ്യ കഴിക്കുന്ന പോലെയാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ പോലെ. അടിയുണ്ട്, ഇടിയുണ്ട്, മാസുണ്ട്, പാട്ടുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് മാത്രമില്ല. അത് മാത്രം നമ്മളൊന്ന് മാറ്റി നിർത്തിയേക്കാണ്. ഡബിൾ മീനിങ് ഒന്നുമില്ല. എനിക്കൊന്ന് ഈ ഒമറിന്റെ സിനിമകളെല്ലാം തന്നെ ഭയങ്കര ആഘോഷമുള്ള സിനിമകളാണ് ഇതുവരെ ഇറങ്ങിയതെല്ലാം തന്നെ. അപ്പം ഇതിലെ പാട്ടുകൾ കാണുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിലറിന്റെ താഴെയൊക്കെ കമന്റ്, പാട്ടൊന്ന് ഇറക്കി വിടുമോ മറക്ക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇപ്പൊ സോങ്ങിന്റെ വിഷ്വലല്ല, വിഷ്വലില്ല, സോങ് മാത്രം. വിഷ്വലാണ്. സസ്പെൻസ് പോകുന്നുള്ളതാണ് റഹ്മാനിക്കയുടെ. സസ്പെൻസ് പോലെ അല്ല, ആക്ച്വലി സിനിമയില് കാണുന്നതാണ് ഇഷ്ടം അല്ലേ? അത് ശരിയാണ്. അതാണ് അതിന്റെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നതാണ് ആ ഒരു രസം ഉണ്ടാവുക. പറയാം ഇറക്കണ്ടെന്ന് പറയാം. ഇത്രയും നല്ല പ്രൊഡ്യൂസറിനെ എവിടെ കിട്ടില്ലേ? എന്തായാലും ഈ സോങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോഴിക്കോടെ പ്രൊമോഷനിൽ ഏറ്റവും വൈറലായത് ബാബു ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. ശരിക്കും അതിശയിപ്പിച്ച് കളഞ്ഞു. ബാബു ചേട്ടൻ ഇത്ര അതിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ ഇത്ര നന്നായിട്ട് പാടും എന്നുള്ളത്. അതെ, ഭയങ്കര. അത് അത്ര ഈസി അല്ലാത്തൊരു സോങ്. രണ്ടുപേര് പാടുമോ? ഏതെങ്കിലും പാട്ട് ഇഷ്ടമാണ്, രണ്ടുപേര്. പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി, നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി, കാണായ കാഴ്ചകൾ കാണാൻ നാടായ നാടുകൾ ചുറ്റി കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി. താങ്ക് യു സോ മച്ച്. കാരണം പറഞ്ഞപ്പോഴേ ഇന്നലെ മൊത്തം വെള്ളത്തിൽ ഷൂട്ടിലായിരുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് കൂടിയും പാടുന്ന ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, ഓണം ബമ്പർ നമുക്ക് അടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ട്രെയിലർ നിർത്തുന്നത്. ഉറപ്പായിട്ടും ട്രെയിലർ കാണുമ്പോഴും നിങ്ങളുടെ ഈ സൗഹൃദം കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഓണം ബമ്പർ ബാഡ് ബോയ്സ് കൊണ്ടുപോയെന്ന് തന്നെയാണ്. കാരണം അത്രയും ഒരു കൂട്ടായ്മയുടെ അല്ലേ ശീലിച്ചു, ഒരു കൂട്ടായ്മ തന്നെയാണെന്ന് തോന്നുന്നു സിനിമയുടെ ഒരു റഹ്മാന്റെ ഒരു പുതിയ ട്രെൻഡ് ഇവിടെ വരാൻ പോവുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം സെക്കൻഡ് പാർട്ടിൽ എന്നെ കൂടെ കാസ്റ്റ് ചെയ്യണം. അതിഷ്ടമായി. എനിക്ക് തോന്നുന്നു ഈ 40 വർഷം കൊണ്ട് സിനിമയിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്തായിരിക്കും ഇപ്പോഴത്തെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ? ടെക്നിക്കലിയോ എങ്ങനെയാണെങ്കിലും എല്ലാം കൊണ്ടും ടെക്നിക്കലി എല്ലാം ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. എല്ലാം നല്ലതിന് വേണ്ടിയാണ്, ഒന്നും ഇതില്ല. പിന്നെ ചിലർക്ക് ക്യാരവന്റെ കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് എന്താ വെച്ചാൽ ഇപ്പം എത്ര ടെക്നോളജി വളർന്നിട്ടുണ്ടെങ്കിലും വർക്കിന്റെ ടൈം ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അത്രേ ഉള്ളൂ. സോ ഐ ഓൾവേസ് വെൽക്കം എവറിത്തിങ്. സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ മനുഷ്യർ സെഞ്ചുറീസ് ആയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മളൊന്നും റോബോട്ട്സ് ആയിട്ട് മാറിയിട്ട് നമ്മുടെ ഫീലിങ്സും എല്ലാം സെയിം ആണ്. അപ്പം സിനിമ എന്ന് പറയുന്നത് അതിനൊരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ, ഇപ്പൊ RDX എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ കഥ വളരെ പഴയതാണ്, പക്ഷെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പുതിയ ജനങ്ങൾ അത് ഏറ്റെടുത്തു. അപ്പോൾ ആ മനുഷ്യന്റെ സെന്റിമെന്റ്സും സ്നേഹവും അറ്റാച്ച്മെന്റും എല്ലാം ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ വർക്കാവും. പക്ഷെ ക്രിയേറ്റർ, ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾ, അത് ആ ഒരു മാജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ സിനിമ ഹിറ്റാവും. അല്ലാണ്ട് അങ്ങനെ ഒരു പഴയ സിനിമയെന്നോ പുതിയ സിനിമയെന്നോ. ഇപ്പോൾ വൈശാലി, കൂടെവിടെ,
ഇതൊക്കെ എപ്പോഴും ആൾക്കാർ കാണുന്നില്ലേ? അതെ, നേരെ നമ്മൾ അതെ ഭരതൻ സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഞാൻ സിദ്ധാർത്ഥ് ഭരതനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ടായിരുന്നു, ഭരതേട്ടൻ വരച്ചു വെച്ചിരുന്ന സ്കെച്ചിൽ അന്ന് ബാബുചേട്ടൻ്റെ മുഖമായിരുന്നു ആ രാജാവിന്. അപ്പം അതൊക്കെ എന്തൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ, അദ്ദേഹത്തെ പോലുള്ള സംവിധായകനിലൂടെ വരാനും. എന്നെ കാണുന്ന 5 വർഷം മുമ്പ് അതെ അതെ, വരച്ച സ്കെച്ചാണ് അത്രേ. അന്നത്തെ വൈശാലിയുടെ സ്കെച്ച് ഭരതൻ സാർ വരച്ചു വെച്ചിരിക്കുന്നത് ബാബുചേട്ടൻ്റെ അതേ മുഖത്തിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിനിമകളുടെ ഭാഗമായ ആൾക്കാർ ഇന്നും നിങ്ങൾ ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അറിയുന്നതിന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഷീല ചേച്ചിക്ക് പ്രത്യേകം നന്ദി. ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കാസ്റ്റ് മലയാളത്തിലേക്ക് എത്തിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. തിരക്ക് പിടിച്ച സമയമാണ്, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും. ബാഡ് ബോയ്സ് ഒരു വലിയ വിജയമാകട്ടെ. വീണ്ടും റഹ്മാൻ സാറിനെയും ബാബുചേട്ടനെയൊക്കെ ഇനിയും ഇതുപോലത്തെ നല്ല കഥാപാത്രങ്ങൾ കാണാൻ സാധിക്കട്ടെ. Thank you so much. Thank you. താങ്ക് യു. ഹാപ്പി ഓണം. Happy